കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ആരംഭിച്ചത്. അതിൽ കോൺഗ്രസിൻ്റെ യുവ അംഗമായിട്ടുള്ള രമ്യ ഹരിദാസ് നടത്തിയ പ്രസംഗം ഇപ്പോൾ വലിയ ശ്രദ്ധ നേടുകയാണ്. രമ്യ ഹരിദാസിൻ്റെ നിയമസഭയിലെ ആദ്യ പ്രസംഗമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് രമ്യ ഹരിദാസ് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയത്. കോൺഗ്രസിൻ്റെ യുവ നേതാക്കളിൽ വളരെ ശ്രദ്ധേയായിട്ടുള്ള നേതാവാണ് രമ്യ ഹരിദാസ്. മുൻപ് 2019 പാർലമെൻറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ കുത്തക മണ്ഡലമായ ആലത്തൂരിൽ നിന്നും 1.5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് ജയിച്ചു കയറി വന്ന യുവ നേതാവാണ്. പിന്നീട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിസ്സാര വോട്ടുകൾക്ക് അതേ മണ്ഡലത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. അതിനുശേഷം ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും രമ്യ ഹരിദാസ് പരാജയപ്പെട്ടു. 4 ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് ഒരവസരം കൂടി പാർട്ടി കൊടുത്തു. ആ അവസരത്തിൽ നേരിയ മാർജിനിലാണെങ്കിലും LDFൻ്റെ കുത്തക സീറ്റിലാണ് രമ്യ ഹരിദാസ് വിജയിച്ചു വന്നത്. അങ്ങനെ ആദ്യമായി വിജയിച്ചു വന്ന രമ്യ ഹരിദാസ് ഇന്നലെ നടത്തിയ തൻ്റെ ആദ്യ പ്രസംഗം വലിയ കയ്യടി നേടുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 9 മിനിറ്റാണ് രമ്യ ഹരിദാസിന് അനുവദിച്ചിരുന്നത്. ഏതാണ്ട് 11.5 മിനിറ്റിലധികം രമ്യ ഹരിദാസ് സംസാരിച്ചു. തുടക്കം ഒക്കെ തന്നെ ആദ്യത്തെ ഏതാണ്ട് 9 മിനിറ്റോളവും രമ്യ ഹരിദാസ് പറഞ്ഞത് ഈ നയപ്രഖ്യാപനത്തിലെ പ്രഖ്യാപനങ്ങളെക്കുറിച്ചാണ്. സ്ത്രീകൾക്കുള്ള KSRTCയിലെ സൗജന്യ യാത്ര, ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ്, കൂടാതെ വിദ്യാർത്ഥികൾക്ക് പ്രഖ്യാപിച്ച ആർത്തവ അവധി, അത്തരത്തിലുള്ള സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങളെയൊക്കെ തന്നെ പുകഴ്ത്തി കഴിഞ്ഞ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസംഗമായിരുന്നു. എന്നാൽ അവസാനത്തെ 2 മിനിറ്റ് കൊണ്ട് ആ പ്രസംഗം മറ്റൊരു ലെവലിലേക്ക് രമ്യ ഹരിദാസ് മാറ്റി എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. രമ്യ ഹരിദാസ് അത് തുടങ്ങിയത് ഇങ്ങനെയാണ്: താൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. കാരണം 9 മിനിറ്റ് ആയതോടുകൂടി സ്പീക്കർ പലതവണയായിട്ട് ഇടപെടുന്നുണ്ട്, സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പലിൻ്റെ കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ കത്തിക്കയറിലായിരുന്നു രമ്യ ഹരിദാസ്. ആ പ്രസംഗം പിന്നീട് ഇങ്ങനെയാണ്: പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വചനങ്ങളിൽ ഒരു കപ്പലിലെ യാത്രക്കാരെ പറ്റി പറയുന്നുണ്ട്. പരസ്പരം തിരുത്തിയും തെറ്റുകൾ ചെയ്യുന്നവരെ തടയുകയും ചെയ്യാത്ത കപ്പൽ മുങ്ങിപ്പോകും എന്ന് അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കപ്പൽ കേരളത്തിലും ഉണ്ടായിരുന്നു. ആ കപ്പലിനെ രക്ഷിക്കേണ്ടിയിരുന്ന ആൾ മെഗാ തിരുവാതിര ആസ്വദിക്കുകയായിരുന്നു. കപ്പലിലെ ജനങ്ങൾ കപ്പലിൻ്റെ കേടുപാടുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ കടക്കുപുറത്ത് മാറി നിൽക്ക്, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നായിരുന്നു കപ്പിത്താൻ്റെ മറുപടി. അങ്ങനെയുള്ള കപ്പൽ മുങ്ങിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മുങ്ങിയില്ലെങ്കിൽ മലയാളികൾ ആ കപ്പലിനെ മുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഒരു കപ്പിത്താൻ മാത്രം നിയന്ത്രിക്കുന്ന കപ്പലല്ല UDF സർക്കാർ. അത് 102 ബോഗികളുള്ള വിസ്മയ ട്രെയിനാണ്. കൂട്ടായ ഉത്തരവാദിത്തോടെയാണ് ഈ ട്രെയിൻ ഓടുക. ഈ ട്രെയിനിലെ യാത്രക്കാർ ജനങ്ങളാണ്. സിഗ്നലുകൾ കൃത്യമായി പാലിച്ച് കഴിഞ്ഞ കാലത്ത് നശിച്ച പാലങ്ങൾ നന്നാക്കി പരമാവധി വേഗത്തിൽ കൃത്യസമയത്ത് ഓരോ സ്റ്റേഷനും ഓടിയെത്തും. ഈ ട്രെയിൻ രാജ്യത്തിന് മാതൃകയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഈ ഒരു കപ്പലിൻ്റെ കഥ പറയാനും ഉണ്ടായ ഒരു സംഭവമെന്ന് പറയുന്നത്, നേരത്തെ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു അവിശ്വാസ പ്രമേയ ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച അന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഇത് ഒരു കപ്പലാണെന്നും LDF സർക്കാർ ഒരു കപ്പലാണെന്നും ആ കപ്പൽ ആടി ഉലയുകയില്ല സാർ, അതിനൊരു കപ്പിത്താനുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് LDF സർക്കാരിനെയും അതിൻ്റെ കപ്പിത്താനായിട്ട് പിണറായി വിജയനെയും ഒക്കെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വീണ ജോർജ് നടത്തിയ വൈറലായ ഒരു പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രസംഗത്തിനുള്ള ഒരു ശക്തമായ മറുപടി കൂടിയാണ് രമ്യ ഹരിദാസിൻ്റെ ഈ പ്രസംഗം എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം. ഒരു കപ്പലിന്റെ കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വചനങ്ങളിൽ ഒരു കപ്പലിലെ യാത്രക്കാരെ പറ്റി പറയുന്നുണ്ട്. പരസ്പരം തിരുത്തുകയും തെറ്റുകൾ ചെയ്യുന്നവരെ തടയുകയും ചെയ്യാത്ത കപ്പൽ മുങ്ങിപ്പോകും എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് സാർ. അങ്ങനെയുള്ള ഒരു കപ്പൽ കേരളത്തിലും ഉണ്ടായിരുന്നു സാർ. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെയും തെറ്റുകൾ തിരുത്താതെയും മുങ്ങിപ്പോയ ഒരു കപ്പൽ. ആ കപ്പലിൽ ആളുകൾ പലതരം അതിക്രമം നടത്തിയപ്പോൾ കപ്പലിനെ രക്ഷിക്കേണ്ടിയിരുന്ന കപ്പിത്താൻ മെഗാ തിരുവാതിര ആസ്വദിക്കുകയായിരുന്നു സാർ. കപ്പലിലെ ജനങ്ങൾ കപ്പലിന്റെ കേടുപാടുകൾ സൂചിപ്പിച്ചപ്പോൾ പോലും കടക്ക് പുറത്തു എന്നും മാറി നിൽക്കങ്ങോട്ട് എന്നും വീട്ടിൽ പോയി ചോദിക്കുകയെന്നും ആയിരുന്നു സാർ കപ്പിത്താന്റെ മറുപടി. സാർ, ആ കപ്പൽ ആടി ഉലഞ്ഞപ്പോൾ കേടുപാട് തീർക്കുന്നതിന് പകരം കപ്പൽ ജീവനക്കാർ തന്നെ
കപ്പൽ നശിപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോൾ രക്ഷാപ്രവർത്തനം എന്നാണ് സാർ കപ്പിത്താൻ അതിനെ പ്രശംസിച്ചത്. സാർ, അങ്ങനെയുള്ള കപ്പൽ മുങ്ങിയില്ല എങ്കിൽ അത്ഭുതമേ ഉള്ളൂ. മുങ്ങിയില്ലെങ്കിൽ മലയാളികൾ ആ കപ്പലിനെ മുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് സാർ. ഒരു കപ്പിത്താൻ മാത്രം നിയന്ത്രിക്കുന്ന ഒരു കപ്പലല്ല സാർ പുതിയ സർക്കാർ. ഇത് 102 ബോഗികൾ ഉള്ള ഒരു വിസ്മയ ട്രെയിനാണ്. ഇതിൽ ഗാർഡുമാരുടെയും സ്റ്റേഷൻ മാസ്റ്ററുടെയും ടെക്നീഷ്യന്മാരുടെയും ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായ ഉത്തരവാദിത്വത്തോടെയാണ് ഈ ട്രെയിൻ ഓടുക. ഈ ട്രെയിനിലെ യാത്രക്കാർ ജനങ്ങളാണ് സാർ. അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ട്രെയിൻ യാത്രയുടെ സൗകര്യങ്ങളും കൂട്ടുന്നതിനും പുതിയ റൂട്ടുകൾ അനുവദിക്കുന്നതിനും പരിഗണിക്കും സാർ. സിഗ്നലുകൾ കൃത്യമായി പാലിച്ച് കഴിഞ്ഞ കാലത്ത് നശിച്ച പാലങ്ങൾ നന്നാക്കി പരമാവധി വേഗം ആർജിച്ച് ഈ ട്രെയിൻ കൃത്യസമയത്ത് ഓരോ സ്റ്റേഷനിലും ഓടിയെത്തി ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും സാർ. ഈ ട്രെയിൻ ഈ രാജ്യത്തിന് മാതൃകയായ ഒരു ട്രെയിനായി മാറും സാർ.